ധോണി മേഖലയെ വിറപ്പിച്ച കാട്ടാന PT-7 എന്ന ധോണിയുടെ കൂടുജീവിതത്തിന് 1 വർഷം തികയുകയാണ്. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ജനുവരി 22-നാണ് വനം വകുപ്പ് ആളെ കൂട്ടിലാക്കിയത്. 4 വർഷത്തോളം നാടുവിറപ്പിച്ച കാട്ടാനയെ മയക്കുവെടി വെച്ചാണ് പിടികൂടിയത്. ഇന്ന് പഴയ ശൗര്യമൊക്കെ ഉപേക്ഷിച്ച് കാട്ടാന ശാന്തനായി ധോണിയിലെ ക്യാമ്പിൽ കഴിയുകയാണ്. ധോണി, മുണ്ടൂർ, അകത്തേത്തറ, മലമ്പുഴ എന്നിവിടങ്ങളിൽ ഓരോ ദിവസവും മാറി മാറി ഇറങ്ങിയ PT-7 പിടിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. 2022 ജൂലൈ 8-ന് പ്രഭാത സവാരിക്കിറങ്ങിയ മായാപുരം സ്വദേശി ശ്രീരാമനെ PT-7 കൊന്നതോടെ ജനം രോക്ഷാകുലരായി. ആനയെ ഉടൻ തന്നെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധമുയർന്നു. തുടർന്ന് 52 അംഗ ദൗത്യസംഘവും 3 കുങ്കിയാനകളും കാട്ടാനയെ തളയ്ക്കാൻ ഇറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് 72 അംഗ സംഘത്തെയാണ് ആനയെ പിടികൂടാൻ നിയോഗിച്ചത്. 50 മീറ്റർ മാത്രം അകലെ വെച്ച് ഡോക്ടർ അരുൺ സക്കറിയ ഇടതു ചെവിക്ക് താഴെ മുൻകാലിന് മുകളിലായി ഉന്നം പിടിച്ച് മയക്കുവെടി വെച്ചു. ഇതോടെ PT-7 കീഴടങ്ങി. ധോണിയിൽ നിന്നും പിടിച്ചതിനാൽ കാട്ടാനയ്ക്ക് ധോണി എന്ന് തന്നെ വനം വകുപ്പ് പേരിട്ടു. പിടിയിലായ ആദ്യ 5 മാസത്തോളം പ്രത്യേകം നിർമ്മിച്ച കൂട്ടിലായിരുന്നു വാസം. ആദ്യമൊക്കെ ആക്രമണ സ്വഭാവം പുറത്തെടുത്തെങ്കിലും പതിയെ ആള് ശാന്തനായി. ആനയെ ചട്ടം പഠിപ്പിക്കാനായി പൊള്ളാച്ചി ആന വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും 2 പാപ്പാന്മാരെയും എത്തിച്ചിരുന്നു. പാപ്പാന്മാരുടെ നിർദ്ദേശങ്ങൾ ആന അനുസരിക്കാൻ തുടങ്ങിയതോടെ കൂടുജീവിതം അവസാനിപ്പിച്ചു. ഇപ്പോൾ കൂടിന് പുറത്താണ് കെട്ടിയിടുന്നത്. പാപ്പാന്മാരുടെ നിരീക്ഷണത്തിൽ കാട്ടിൽ മേയാനും പോകുന്നുണ്ട്. വൈകിട്ട് തിരിച്ചെത്തിക്കും. അതേസമയം ആനയുടെ ഭാവി സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല. കാഴ്ചക്കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സ നടത്തിയതോടെ കാഴ്ച മെച്ചപ്പെട്ടെന്നാണ് കണ്ടെത്തൽ. കാഴ്ച തിരികെ കിട്ടിയാൽ ആനയെ കാട്ടിലേക്ക് തുറന്നു വിടണമെന്നാവശ്യപ്പെട്ട് ചില സംഘടനകൾ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതിയും കാട്ടിലേക്ക് തുറന്നു വിടണോ എന്നും പരിശോധിക്കാൻ കോടതി വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ആനയെ കാട്ടിൽ തുറന്നു വിടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും കുങ്കിയാന ആക്കാതിരുന്നാൽ മതിയെന്നുമാണ് സമിതിയുടെ നിലപാട്. കുങ്കിയാന ആകില്ലെന്നും വനം വകുപ്പ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാട്ടിലേക്ക് വിട്ടാൽ അതിജീവിക്കുക പ്രയാസമാണെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. അതേസമയം മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണം തുടരുകയാണ്. വേനൽക്കാലം ആരംഭിച്ചതോടെ ഈ മേഖലയിൽ കാട്ടാനകളുടെ ഒഴുക്കാണ്. മൂന്നാർ ഇക്കോ പോയിന്റിലിറങ്ങിയ പടയപ്പ താൽക്കാലിക കടകൾ തകർക്കുകയും വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ചോളം, പൈനാപ്പിൾ എന്നിവ അകത്താക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി 5 തവണ പടയപ്പ ജനവാസ മേഖലകളിൽ ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം പെരിയാവര ടോപ്പ്, കന്നിമല ലോവർ എന്നിവിടങ്ങളിലെ തൊഴിലാളികളുടെ വീടുകൾക്ക് സമീപമുണ്ടായിരുന്ന കൃഷികൾ നശിപ്പിച്ചിരുന്നു. വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാവുകയാണ്. പെരിയാവര, കന്നിമല മേഖലകളിൽ പടയപ്പയും 6 പിടിയാനകളുടെ മറ്റൊരു സംഘവുമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ജനവാസ മേഖലയിൽ കറങ്ങി നടന്നിരുന്നത്. പെരിയാവര ടോപ്പ്, കന്നിമല ലോവർ എന്നിവിടങ്ങളിലെ തൊഴിലാളികളുടെ വീടുകൾക്ക് സമീപം ഉണ്ടായിരുന്ന പച്ചക്കറി, വാഴകൃഷികൾ പടയപ്പ നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിലിറങ്ങിയ പടയപ്പ 4 വഴിയോര കടകൾ തകർത്ത് സാധനങ്ങൾ തിന്നു നശിപ്പിച്ചു. മാട്ടുപ്പെട്ടി സ്വദേശികളായ ലക്ഷ്മണൻ, തോമസ്, ഗോവിന്ദൻ, പരമൻ എന്നിവരുടെ കടകളാണ് ഇന്നലെ രാവിലെ പടയപ്പ തകർത്തത്. കടകളിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ചോളവും പൈനാപ്പിളും മറ്റു പഴങ്ങളും എന്നിവ പടയപ്പ കഴിച്ചു. തോട്ടം മേഖലയിൽ കഴിഞ്ഞ 2 ആഴ്ചയായി കാട്ടാന ശല്യം രൂക്ഷമാണ്. മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപമുള്ള പുൽമേട്ടിൽ 2 കുഞ്ഞുങ്ങളടക്കം 5 ആനകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി പകൽ സമയത്ത് മേഞ്ഞു നടക്കുന്നത്. ഉൾവനങ്ങളിൽ വേനൽ കടുത്തതോടെയാണ് കാട്ടാനകൾ കൂട്ടമായി തോട്ടം മേഖലയിലേക്ക് തീറ്റ തേടി എത്തിയിരിക്കുന്നത്. പകലും രാത്രിയിലും തൊഴിലാളികൾ താമസിക്കുന്ന ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നത് മൂലം കുട്ടികളടക്കമുള്ളവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. കാട്ടാനകളെ നിയന്ത്രിക്കണമെന്ന ആവശ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഒട്ടേറെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. മൂന്നാർ ജനതാ പ്രതിഷേധം കടുപ്പിച്ചാൽ ധോണിയുടെ അവസ്ഥ തന്നെയാകും പടയപ്പയ്ക്കും ഉണ്ടാവുക.